നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് ആൻഡ് ടൈം ആണ്. വർക്ക് ആൻഡ് ടൈമിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മുതൽ കുറച്ച് സമയം എടുത്ത് ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ വരെ ഈ ടോപ്പിക്കിലുണ്ട്. ഓരോ എക്സാമുകൾക്ക് അനുസരിച്ച് അതിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ മുതൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരെ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും തുടക്കത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനോട്ട് നമുക്ക് തുടങ്ങാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ജാഫർ ഒരു ജോലി 6 ദിവസം കൊണ്ടും ശ്യാം അതേ ജോലി 3 ദിവസം കൊണ്ടും തീർക്കും. അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അല്ലെ, ഒരേ ജോലിയാണ് ജാഫറിന് ചെയ്യാൻ 6 ദിവസം വേണം. അതേ ജോലി തന്നെ ശ്യാമിന് ചെയ്യാൻ എത്ര ദിവസവും വേണം? 3 ദിവസവും വേണം. അല്ലെ, ജാഫറിന് 6 ദിവസം വേണ്ട ജോലിയാണ്, ശ്യാമിന് എത്ര ദിവസം വേണം? 3 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ ഇവരെ ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കിത് LC ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഫ്രാക്ഷൻ അറിയാവുന്നവർക്ക് ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഫോർമുല ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് തുടക്കമായതുകൊണ്ട് നമുക്ക് തൽക്കാലം ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്യാം. തുടക്കക്കാർക്ക് LCM ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പം ചിലപ്പോൾ ഏതായിരിക്കാം, ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കാം. കുറച്ചുകൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ നമുക്ക് LCMലോട്ട് മാറുകയും ചെയ്യാം. അപ്പോൾ ഒരാൾ ഒരു ജോലി A ദിവസം കൊണ്ടും വേറൊരാൾ അതേ ജോലി B ദിവസം കൊണ്ടും തീർക്കുവാണെങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് AB/A+B ആണ്. ഒരാൾക്ക് ഒരു ജോലി ചെയ്യാൻ A ദിവസം വേണം, വേറൊരാൾക്ക് അതേ ജോലി തന്നെ ചെയ്യാൻ B ദിവസം വേണം. എങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? AB/A+B ആണ്. അല്ലെ, ഇവിടെ എയുടെ സ്ഥാനത്ത് 6 ആണ്. ഒരാളുടെ ദിവസങ്ങൾ പറയുന്നത് 6 ആണ്, അടുത്ത ആളിന്റെ ദിവസങ്ങൾ പറയുന്നത് എത്രയാണ്? 3 ആണ്. അല്ലെ, അപ്പോൾ നമുക്ക് വില കൊടുത്താൽ മതി. അതായത് 6 ഗുണം 3 ബൈ താഴെയോ 6 പ്ലസ് 3. ശരിയല്ലേ? ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? താഴത്തത് പ്ലസ് ആണ് കിടക്കുന്നത്, അത് കൂട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വെട്ടാൻ പറ്റൂ. അപ്പൊ എങ്ങനെ ചെയ്യാം? നമുക്ക് 6 ഗുണം 3 ബൈ 6 അധികം 3 9. അല്ലെ, മുകളില് 6 ഉണ്ട്, 9 താഴെ 9 ഉണ്ട്. മുകളിലത്തെ 6നെയും 9നെയും കൂടെ വേണമെങ്കിൽ നമുക്ക് 3 കൊണ്ട് വെട്ടാം. അല്ലെങ്കിൽ മുകളിലത്തെ 3നെയും താഴത്തെ 9നെയും കൂടെ വേണമെങ്കിൽ 3 കൊണ്ട് വെട്ടാം. അപ്പോ 9ൽ 3 എത്ര തവണയാ? 3 തവണയാണ്. അല്ലെ, 6ൽ 3 എത്ര തവണയാ? 2 തവണയാണ്. അപ്പൊ എത്ര എന്ന് കിട്ടിയ ആൻസർ? 2 എന്ന് കിട്ടിയ ആൻസർ. അപ്പൊ എന്താണ് ആൻസർ? 2. അപ്പൊ ഒന്നുകൂടെ പറയാം, ഫോർമുല എന്താണ്? AB/A+B ആണ് ഫോർമുല. ഒരാൾ ഒരു ജോലി A ദിവസം കൊണ്ടും വേറൊരാൾ അതേ ജോലി B ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി തീർക്കാൻ വേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? AB/A+B ആണെന്നാ പറഞ്ഞത്. അല്ലെ, ഇവിടെ എയുടെ സ്ഥാനത്ത് എത്രയാണ്? 6 ആണ്. ബിയുടെ സ്ഥാനത്ത് എത്രയാണ്? 3 ആണ്. അപ്പോൾ നമ്മൾ ഫോർമുലയിലോട്ട് വില കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വരുന്നത്? AB/A+B എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 6 ഗുണം 3 അല്ലെ, 6 ഗുണം 3 ബൈ 6 അധികം 6 ഗുണം 3 6 ഗുണം 3 ബൈ 6 അധികം 3 9. 3ഉം 9 കൂടെ വെട്ടുന്നു, 3 തവണയാണ്. 3ഉം 6 കൂടെ വെട്ടുന്നു, എത്ര കിട്ടി? 2 കിട്ടി. അല്ലെ, അപ്പൊ എത്രയാണ് ആൻസർ? 2 ആണ് ആൻസർ. അടുത്തായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. A ഒരു ജോലി 10 ദിവസം കൊണ്ടും B 15 ദിവസം കൊണ്ടും തീർക്കും. എങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം? അല്ലെ, Aക്ക് 10 ദിവസവും Bക്ക് 15 ദിവസവും വേണ്ടി വരുന്ന ജോലിയാണ്. അവർ ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. കഴിഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ പറഞ്ഞ ഫോർമുല ഏതായിരുന്നു? AB/A+B ആണ് അല്ലെ ഫോർമുല. AB/A+B ആണ് ഫോർമുല. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് എത്രയാ വരുന്നത്? എയുടെ സ്ഥാനത്ത് 10ഉം ബിയുടെ സ്ഥാനത്ത് 15ഉം ആണ് വരുന്നത്. അല്ലെ, AB/A+B ആണ് ഫോർമുല. അപ്പൊ എങ്ങനെ കിട്ടി? 10 ഗുണം 15 ബൈ 10 അധികം 15. അല്ലെ, 10 ഗുണം 15 അങ്ങനെ തന്നെ നിൽക്കട്ടെ. 10 ഗുണം 15 ബൈ 10 അധികം 15 25. അല്ലെ, മുകളിലും താഴെയുള്ള സംഖ്യകൾ 5ന്റെ ഗുണിതങ്ങളാണ്. 10നെയും 25നെയും വേണമെങ്കിൽ 5 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 15നെയും 25നെയും വേണമെങ്കിലും 5 കൊണ്ട് വെട്ടാം. 10നെ നമ്മൾ 5 കൊണ്ട് വെട്ടിയാൽ 2 തവണയാണ്. അല്ലെ, താഴെയുള്ള 25നെയും നമ്മൾ 5 കൊണ്ട് തന്നെ വെട്ടണം. 25ൽ 5 എത്ര തവണയാ? 5 തവണയാണ്. ഇനി 5ഉം 15ഉം കൂടെ വെട്ടിയാലോ? 15ൽ 5 എത്ര തവണയാണ്? 3 തവണയാണ്. അല്ലെ,
മുകളിൽ ബാക്കിയുള്ള സംഖ്യകൾ 2 ഗുണം 3 ആണ്. എത്ര എന്ന് കിട്ടിയ ആൻസർ 6 ആണ് ആൻസർ. അപ്പോ എക്ക് 10 ദിവസം വേണ്ട ജോലി, ബിക്ക് 15 ദിവസം വേണ്ട ജോലി. അവർ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ചോദിക്കുമ്പോൾ സൂത്രവാക്യം എ ബി ബൈ എ പ്ലസ് ബി അല്ലെ. എയുടെ ദിവസങ്ങൾ 10, ബിയുടെ ദിവസങ്ങൾ 15. നമ്മൾ ഫോർമുലയിലോട്ട് വില കൊടുത്തപ്പോൾ എങ്ങനെ വന്നു? 10 ഗുണം 15 അല്ലെ ബൈ 10 അധികം 15 25 അല്ലെ. എല്ലാ സംഖ്യകളും 5ന്റെ ഗുണിതങ്ങളാണ്. മുകളിലുള്ള ഒരു സംഖ്യയും താഴെയുള്ള ഒരു സംഖ്യയും കൂടെ 5 കൊണ്ട് വെട്ടാം. 15നെ 5 കൊണ്ട് വെട്ടിയാൽ 3 തവണയാണ്. 25നെ 5 കൊണ്ട് വെട്ടിയാൽ 5 തവണയാണ്. 5ഉം 10 കൂടെ വെട്ടിയാൽ 2 തവണയാണ്. 2 ഗുണം 3 എത്ര എന്ന് കിട്ടി? 6 എന്ന് കിട്ടി അല്ലെ. അപ്പോൾ രണ്ടുപേരോട് ഒരുമിച്ച് ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ എത്രയാണ്? 6 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഒരു ജോലി 30 ദിവസം കൊണ്ടും ബി 45 ദിവസം കൊണ്ടും തീർക്കും എങ്കിൽ അവർ ഒരുമിച്ച് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോൾ എക്ക് 30 ദിവസവും ബിക്ക് 45 ദിവസവും അല്ലെ. ഒരുമിച്ച് ആകുമ്പോൾ ഏതാ ഫോർമുല? എ ബി ബൈ എ പ്ലസ് ബി അല്ലേ ഫോർമുല. എ ബി ബൈ എ പ്ലസ് ബി ആണ് ഫോർമുല. അപ്പോ എയുടെ സ്ഥാനത്ത് 30 ആണ്, ബിയുടെ സ്ഥാനത്ത് 45 ആണ് അല്ലെ. 30 ഗുണം 45 ബൈ 30 അധികം 45 അല്ലെ. 30 ഗുണം 45 ബൈ 30 അധികം 45 എത്രയാണ്? 75 അല്ലേ അല്ലെ. ഈ സംഖ്യകളല്ല 30ഉം 45ഉം 75ഉം 5ന്റെ ഗുണിതങ്ങളാണ്, 15ന്റെയും ഗുണിതങ്ങളാണ്. 15 കൊണ്ട് വെട്ടാൻ ആലോചിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. തുടക്കക്കാരാണ് പറ്റുന്നില്ല, ഞങ്ങൾക്ക് 5 കൊണ്ടേ വെട്ടാൻ പറ്റുന്നുള്ളെങ്കിൽ നമുക്ക് തൽക്കാലം 5 കൊണ്ട് ചെയ്യാം. അതൊക്കെ നമ്മൾ എക്സ്പേർട്ടുകളായി മാറുമ്പോൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ സംഖ്യകളുമായിട്ട് കുറച്ചുകൂടെ പരിചയമായി കഴിയുമ്പോൾ വലിയ സംഖ്യകളൊക്കെ നമ്മൾ തനിയെ വെട്ടിക്കോളും. അപ്പോ നമ്മളിവിടെ 5 കൊണ്ടാണ് വെട്ടുന്നതെങ്കിൽ 30ൽ 5 എത്ര തവണയാ? 6 തവണയല്ലേ. 6 5 ആണ് 30. 75നെ 5 കൊണ്ട് വെട്ടാൻ പോവുകയാണ്. 7ൽ 5 എത്ര തവണയാ? 7ൽ 5 ഒരു തവണയാണ്. 1 5 5. ഇവിടെ 7 ഉണ്ട്, അപ്പൊ അവിടെ ശിഷ്ടൻ 2 വരും അല്ലെ. ആ 2ഉം 5 കൂടെ ചേർത്ത് വായിച്ചാൽ 25 ആകും. 25ൽ 5 എത്ര തവണയുണ്ട്? 5 തവണയുണ്ട് അല്ലെ. അപ്പൊ 75നെ 5 കൊണ്ട് വെട്ടിയപ്പോൾ നമുക്ക് 15 കിട്ടി. 30നെ 5 കൊണ്ട് വെട്ടിയപ്പോൾ എത്ര കിട്ടി? 6 കിട്ടി. 30നെ 5 കൊണ്ട് വെട്ടിയപ്പോൾ 6, 75നെ 5 കൊണ്ട് വെട്ടിയപ്പോൾ 15 അല്ലെ. ഇനി ഏതൊക്കെ വെട്ടാം? 15 45 കൂടെ ഒറ്റ വെട്ടിനെ തീർക്കാവുന്നതാണ്. 15 ഗുണം 3 ആണ് 45 അല്ലെ. 15 3 ആണ് 45. വെട്ടിയോടെ 3 എഴുതി. അപ്പൊ 6 ഗുണം 3 എത്ര എന്ന് കിട്ടി? 18 എന്ന് കിട്ടി അല്ലെ. അപ്പൊ അവർ ഒരുമിച്ച് ആ ജോലി തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ എത്രയാണ്? 18 ദിവസങ്ങൾ. ശരിയല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ചെയ്ത ടൈപ്പിലെ 3 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ 3 ചോദ്യങ്ങളും വായിച്ചു നോക്കുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത മോഡൽ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി 30 ദിവസം കൊണ്ടും തീർക്കും. എക്ക് എത്ര ദിവസം വേണം? 20 ദിവസം വേണം. ബിക്ക് 30 ദിവസം വേണം. പിന്നെന്താ പറയുന്നത്? ബി 12 ദിവസം ജോലി ചെയ്ത ശേഷം നിർത്തിപ്പോയി. ബാക്കി ജോലി എ എത്ര ദിവസം കൊണ്ട് തീർക്കും അല്ലെ. അപ്പൊ അടുത്ത ടൈപ്പ് ആയത് വേറെ ടൈപ്പാണിത്. എക്ക് എത്ര ദിവസം എന്നാ പറയുന്നത്? 20 ദിവസമാണ് അല്ലെ. ബിക്ക് എത്ര ദിവസം എന്നാ പറയുന്നത്? 30 ദിവസം എന്നാ പറയുന്നത്. പിന്നെ എങ്ങനെയാ പറയുന്നത്? അവർ ഒരുമിച്ച് ജോലി ചെയ്തതാണ് നമ്മൾ നേരത്തെ ചെയ്തതെങ്കിൽ ഇവിടെ പറയുന്നത് ബി 12 ദിവസം ജോലി ചെയ്ത ശേഷം നിർത്തിപ്പോയെന്നാണ് അല്ലെ. ഇവിടെ ഒരാൾ ജോലി തുടങ്ങിയിട്ട് അയാൾ പകുതിക്ക് വെച്ചിട്ട് നിർത്തിപ്പോയേക്കുവാണ്. ബാക്കി ജോലി ആര് ചെയ്യേണ്ടി വരുന്നു? എ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എക്ക് എത്ര ദിവസം വേണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എക്ക് എത്ര ദിവസം എന്നാ പറയുന്നത്? ഇവിടെ എക്ക് 20 ദിവസമാണ് അല്ലെ. ബിക്ക് എത്ര ദിവസം എന്നാ പറയുന്നത്? 30 ദിവസമാണ് അല്ലെ. ഇതിൽ ആരെ ഇവിടെ ചെയ്തിട്ട് നിർത്തിപ്പോയേ? ബി അല്ലേ ചെയ്തിട്ട് നിർത്തിപ്പോയേ. എക്ക് 20 ദിവസവും ബിക്ക് 30 ദിവസവും വേണ്ട ജോലിയിൽ ഇവിടെ ബി ആണ് നിർത്തിപ്പോകുന്നത്. ബിക്ക് 30 ദിവസം ചെയ്യാനുള്ള ജോലി ഉണ്ടായിരുന്നു. അയാൾ എത്ര ദിവസം ചെയ്തു? 12 ദിവസം അയാൾ ജോലി ചെയ്തു അല്ലെ. അപ്പോ 30 ദിവസത്തിൽ 12 ദിവസം അയാൾ ജോലി ചെയ്തെങ്കിൽ ഇനി അയാളുടെ 18 ദിവസത്തെ ജോലി ബാക്കിയുണ്ട്. ശരിയാണോ? ബിക്ക് ആകെ 30 ദിവസം വേണ്ട ജോലിയില് ബി 12 ദിവസം ജോലി ചെയ്തപ്പോൾ ബി ചെയ്യാനാണെങ്കിൽ ബിയുടെ 18 ദിവസത്തെ ജോലിയാണ് ബാക്കിയുള്ളത്. ബിയുടെ 30ൽ
18 ദിവസത്തെ ജോലി ബാക്കിയുണ്ട്. ബിയുടെ 30-ൽ 18 ദിവസത്തെ ജോലി ബാക്കിയുണ്ട്. ഇത് ആരാ ചെയ്യണ്ടേ? ബി പോയില്ലേ, അപ്പൊ പിന്നെ ആരാ ചെയ്യണ്ടേ? എ അല്ലേ ചെയ്യണ്ടേ? ഇൻറ്റു എയുടെ ആകെ ദിവസങ്ങൾ എത്ര പറയുന്നേ? എയുടെ ആകെ ദിവസങ്ങൾ 20 അല്ലേ? ഇൻറ്റു 20. ക്ലിയർ ആണോ? ഒന്നും കൂടി, എക്ക് എത്ര ദിവസം എന്നാ പറയുന്നത്? 20 ദിവസം. ബിക്ക് 30 ദിവസം. ഇതിൽ ആര് ചെയ്തിട്ട് നിർത്തിപ്പോന്നു? ബി ചെയ്തിട്ട് നിർത്തിപ്പോകുന്നു. എത്ര ദിവസം ചെയ്തിട്ട്? 12 ദിവസം ചെയ്തിട്ട് അല്ലെ? അപ്പോ ബിയുടെ 30 ദിവസത്തിൽ 12 ദിവസത്തെ ജോലി കഴിഞ്ഞപ്പോ ബിയുടെ 18 ദിവസത്തെ ജോലി ബാക്കിയുണ്ട്. ബിയുടെ 30-ൽ 18 ദിവസത്തെ ജോലി ബാക്കിയുണ്ട്. ഇത് ആര് ചെയ്യണം? എ ചെയ്യണം. എയുടെ ആകെ ദിവസങ്ങൾ എത്രയാണ്? 20 ആണ്. അപ്പൊ 18/30 ഗുണം 20 അല്ലെ? 0 0 കൂടെ വെട്ടാൻ നമുക്ക് 30-ന്റെ 0-ഉം 20-ന്റെ 0-ഉം വെട്ടി. 3-ഉം 18-ഉം കൂടെ വെട്ടാൻ എത്ര തവണയാ? 6 തവണയാണ് അല്ലെ? 6 ഗുണം 2 എത്ര എന്ന് കിട്ടി? 12 എന്ന് കിട്ടി. അപ്പൊ അവര് ബാക്കി ജോലി തീർക്കാൻ എക്ക് എത്ര ദിവസമാണ് വേണ്ടത്? 12 ദിവസമാണ് വേണ്ടത്. ക്ലിയർ ആണ്? ആ ടൈപ്പ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ചോദ്യം. എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി 25 ദിവസം കൊണ്ടും തീർക്കും. എ 12 ദിവസം ജോലി ചെയ്ത ശേഷം നിർത്തിപ്പോയി. ബാക്കി ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കും? അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയാ പറയുന്നത്? എക്ക് എത്ര ദിവസം വേണം? 20 ദിവസം വേണം. ബിക്ക് എത്ര ദിവസം വേണം? 25 ദിവസം വേണം. ആരാണ് ചെയ്തിട്ട് നിർത്തിപ്പോകുന്നത്? എ ആണ്. എത്ര ദിവസം ചെയ്തിട്ടാണ് നിർത്തിപ്പോകുന്നത്? 12 ദിവസം ചെയ്തിട്ടാണ് നിർത്തിപ്പോകുന്നത്. ബാക്കി ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് പറയുന്നത് അല്ലെ? നമുക്ക് എഴുതി നോക്കാം. എയുടെ ദിവസങ്ങൾ പറയുന്നത് എത്രയാണ്? 20 ആണ്. ബിയുടെ ദിവസങ്ങൾ പറയുന്നത് എത്രയാണ്? 25 ആണ് അല്ലെ? ഇതിൽ ആരാണ് അവിടെ നിർത്തിപ്പോകുന്നത്? എ 12 ദിവസം ചെയ്ത ശേഷം നിർത്തിപ്പോയെന്നാ പറയുന്നത്. അപ്പൊ എയുടെ 20-ൽ 12 ദിവസത്തെ ജോലി എ ചെയ്ത് കഴിഞ്ഞു അല്ലെ? അപ്പോ എയുടെ 20-ൽ 12 ദിവസത്തെ ജോലി കഴിഞ്ഞെങ്കിൽ എയുടെ 8 ദിവസത്തെ ജോലിയല്ലേ അവിടെ ബാക്കിയുള്ള? എയുടെ 20-ൽ 8 ദിവസത്തെ ജോലി ബാക്കിയുണ്ട്. 20-ൽ 8 ദിവസത്തെ ജോലി ബാക്കിയുണ്ട്. ഇതാര് ചെയ്യണം? ആര് ചെയ്യണം? എ നിർത്തിപ്പോയി. ബാക്കി ചെയ്യേണ്ടത് ബി ആണ്. ബിയുടെ ആകെ ദിവസങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. ക്ലിയർ ആണോ? എക്ക് 20 ദിവസം വേണ്ട ജോലി, ബിക്ക് 25 ദിവസം വേണ്ട ജോലി. ആര് ചെയ്തിട്ട് നിർത്തിപ്പോകുന്നു? എ തുടങ്ങിയിട്ട് എ 12 ദിവസം ചെയ്തിട്ട് നിർത്തിപ്പോകുന്നു. അപ്പോ എയുടെ 20-ലെ 12 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി 8 ദിവസത്തെ ജോലി ബാക്കിയുണ്ട്. 20-ൽ 8 ദിവസത്തെ ജോലിയുണ്ട് ബാക്കി. അത് ആര് ചെയ്യണം? ബി ചെയ്യണം. ബിയുടെ ആകെ ദിവസങ്ങൾ എത്രയാണ്? 25 ആണ് അല്ലെ? 20-ലെ നമുക്ക് എത്ര കൊണ്ട് വെട്ടാം? 5 കൊണ്ട് വെട്ടാം. 4 തവണയാണ്. 25-നെ നമുക്ക് 5 കൊണ്ട് വെട്ടാം. 5 തവണയാണ്. ശരിയല്ലേ? 5 ഗുണം 4 20. 5 ഗുണം 5 25. 4-ഉം 8-ഉം കൂടി വെട്ടിയാലോ? 2 തവണ. ശരിയല്ലേ? ബാക്കിയുള്ളത് 2 ഗുണം 5 എത്രയാണ്? 10 ആണ്. അപ്പോ ബാക്കി ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കും? 10 ദിവസം കൊണ്ട് തീർക്കും. അതേ മോഡലിൽ നമുക്ക് 2 ക്വസ്റ്റ്യനുകൾ ഇട്ടുണ്ട്. വായിച്ചു നോക്കുക. വീഡിയോ പോസ് ചെയ്ത് വെക്കുക. സ്വന്തമായിട്ട് പേന ഉപയോഗിച്ച് പേപ്പർ ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. കണക്ക് പഠിക്കുമ്പോൾ എപ്പോഴും പേനയും പേപ്പറുമായിട്ട് മാത്രം പഠിക്കാനിരിക്കുക.